എന്തിനാണ് അവിടെ കിടന്ന് ഇങ്ങനെ അസഹിഷ്ണുത കാണിക്കുന്നത്? അദ്ദേഹം പറഞ്ഞോട്ടെ, ആകെ ചുരുങ്ങിയ സമയമുള്ളത്. കസേരയിൽ ഇതുകൊണ്ട് തന്നെയാണ്. അങ്ങ് കിടന്നിട്ടുണ്ടോ ഇല്ലെന്ന് എനിക്കറിയില്ല ഏതെങ്കിലും രാഷ്ട്രീയത്തിന് മുമ്പിൽ. അത് അങ്ങ് ആലോചിച്ചാൽ മതി. ഒരു മിനിറ്റ്. ശ്രീ ജയ്ക്ക് ചോദിച്ച ചോദ്യത്തിന് ഉത്തരം ഉണ്ടെങ്കിൽ പറയാ, അല്ലാതെ ഇമാതിരിയുള്ള ആക്ഷേപങ്ങളാണ് സ്ഥിരം മറുപടിയെങ്കിൽ ആയിക്കോളൂ, കുഴപ്പമില്ല. ആരാക്ഷേപിച്ചത്? കിടന്നു എന്ന് പറഞ്ഞിട്ട് ആരാ ആക്ഷേപിച്ചത്? ആങ്കർ ആക്ഷേപിച്ച ആക്ഷേപമല്ലേ? ആക്ഷേപിച്ച ആക്ഷേപമല്ലേ? അങ്ങനെയുണ്ടോ? അവിടെ കിടന്ന് അസഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്ന് പറയുന്നത് താങ്കൾക്ക് ഒരു ആക്ഷേപമായി തോന്നുന്നെങ്കിൽ താങ്കൾ എന്നോട് ക്ഷമിക്കുക. അവിടെ ഇരുന്ന് അസഹിഷ്ണുത പ്രകടിപ്പിക്കുക എന്നാക്കി ഞാൻ അതിനെ മാറ്റിയിട്ടുണ്ട്. അത് പരിഗണിക്കാം, അത് പരിഗണിക്കാം. ശരി, അപ്പൊ കിടന്നിട്ടല്ല. ശരി, അത് അങ്ങനെ പരിഗണിക്കും. ശ്രീ പ്രശാന്ത് പറഞ്ഞോട്ടെ. ശരി, താങ്കൾക്ക് ഇപ്പൊ അദ്ദേഹത്തിന്റെ വിശദീകരണം നാട് കേൾക്കരുത് എന്നൊരു ഉദ്ദേശമുണ്ടോ? ഉണ്ടോ? ശരി, ഒരു മിനിറ്റ്. ജയ് കേൾക്കൂ. ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് എന്താണ് ശ്രീ ജയ്ക്ക്, എന്താണ് ശ്രീ ജയ്ക്ക്, എന്താണ് പ്രശ്നം? ഞാൻ ചോദിച്ച ചോദ്യമാണോ താങ്കൾ ഇത്ര ക്ഷുഭിതനാക്കുന്നത്? എന്നാൽ ഞാൻ താങ്കളോട് ചോദിക്കുന്നില്ല. പോരെ, താങ്കളോട് ചോദിക്കുന്നില്ല. താങ്കൾ വിഷമിക്കാതിരിക്കൂ, അദ്ദേഹം പറയട്ടെ. 7B പറയുന്നത് ഫോർ ദ സ്റ്റേറ്റ് ആൻഡ് എനി ഓഫ് ഇറ്റ്സ് ഇൻസ്ട്രുമെന്റാലിറ്റീസ്. അങ്ങയുടെ രാഷ്ട്രീയത്തെ കുറിച്ചും ചോദിക്കുന്നില്ല. അങ്ങയുടെ എന്തൊരു കഷ്ടമാണ് ശ്രീ ജയ്ക്ക്, എന്തൊരു കഷ്ടമാണ്, അങ്ങ് ധൈര്യമായിട്ടിരുന്നു. എന്തൊരു കഷ്ടമാണ്.